സാധാരണ വിശപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നോർമൽ കഴിപ്പ് കഴിക്കാൻ അതിൻ്റെ അപ്പുറത്തും കഴിക്കാം. ചില മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ എത്ര തിന്നാലും മതിയാവില്ല അത്രേ. എന്താ മോനെ ചോദ്യം അറിയുമ്പോൾ ദമ്മ കിണ്ണെന്ന് കണ്ട് കിണ്ണെന്ന് തരും. നിങ്ങൾ ഉപദേശിച്ചാലും ഞാൻ നേരെയാവില്ല സാറേ, നിങ്ങൾ ഉപദേശിക്കേണ്ട സാറേ, ഞാൻ നേരെയാവില്ല. കണ്ടില്ലേ എൻ്റെ ഒരു കോലം കണ്ടില്ലേ, എന്നെ പടച്ചു വെച്ച ഒരു കോലം കണ്ടില്ലേ? അതായത് സ്വന്തം സൗന്ദര്യത്തിൽ അവൻ വല്ലാതെ അപകർഷതപ്പെടുന്നു. പൊന്നാനി വെച്ചിട്ട് ഒരു 18കാരനെ പൊന്നാനിയിൽ ഒരു മയക്കുമരുന്നായിട്ട് അതിന് ബന്ധപ്പെട്ട് പിടിച്ചപ്പോൾ ഓൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ, ഏറ്റവും വലിയ ചങ്ക് എന്ന് പറയുന്നത് 62 വയസ്സുള്ള ചങ്ങായിയാണ്. പൊന്നാനി വെച്ചിട്ട് ഒരു 18കാരനെ പൊന്നാനിയിൽ ഒരു മയക്കുമരുന്നായിട്ട് അതിന് ബന്ധപ്പെട്ട് പിടിച്ചപ്പോൾ ഓൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ, ഏറ്റവും വലിയ ചങ്ക് എന്ന് പറയുന്നത് 62 വയസ്സുള്ള ചങ്ങായിയാണ്. ചമ്മറോട്ടം ജംഗ്ഷനിൽ ഉള്ള ഒരു 62കാരന്. ഇയാളായിട്ട് എന്താ എനിക്ക് ബന്ധം എന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് എൻ്റെ അച്ഛനെക്കാട്ടും വലുതാണ് സാറേ എന്ന് പറഞ്ഞു. അയാൾ നമ്മുടെ ലിസ്റ്റപ്പെട്ട ഒരാളാണ്. ഈ 62കാരൻ നമ്മുടെ ലിസ്റ്റപ്പെട്ട ഒരാളാണ്. ഞാൻ പറഞ്ഞത് സമപ്രായക്കാരല്ലാത്ത ഒരാളുമായിട്ട് നമ്മുടെ മക്കൾ പരസ്പരം കണക്ഷൻ വരുന്നു, കൂട്ടുകെട്ട് വരുന്നു എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതെന്താണ് ഇയാളുമായിട്ടുള്ള ബന്ധം എന്ന് നമ്മൾ അന്വേഷിക്കണം, കരുതണം. കരുതലിന്റെ കുറവാണ്. നമ്മുടെ മക്കളോട് ഒരു ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ സംസാരിക്കാൻ സമയം കണ്ടെത്തണം. പ്രത്യേകിച്ച് അമ്മമാര്, ഉപ്പമാരെല്ലാവരും നാട്ടിലുണ്ടായിക്കൊള്ളണമെന്നില്ല, അച്ഛന്മാര് എല്ലാവരും നാട്ടിലുണ്ടായിക്കൊള്ളണമെന്നില്ല. അച്ഛനും ഉപ്പയ്ക്കും അതിൽ കൃത്യമായ ഉത്തരവാദിത്തം ഉണ്ട് കേട്ടോ. എന്നാൽ പോലും ഒരു 10 മിനിറ്റെങ്കിലും സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഒരു നേരമെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരു നേരം. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ഉമ്മ, ഉപ്പ, മക്കള്, ഉമ്മാമ, ഉപ്പാപ്പ, മുത്തശ്ശൻ, മുത്തശ്ശി, ആരൊക്കെയുണ്ടോ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കണം. ഇത് ഞാൻ പറയുന്നതല്ല, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ്. ആ ഒരു കൂട്ടായ്മയ്ക്ക് വലിയ ഗുണമുണ്ട്. പല ഗുണങ്ങളുണ്ട്. അതിൽ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ എത്രത്തോളം ഭക്ഷണം കഴിക്കുമെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഉമ്മമാർക്കറിയാം ആണല്ലോ, നമ്മുടെ മക്കൾ എത്രത്തോളം ഭക്ഷണം കഴിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മക്കൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ ഈയിടെയായിട്ട് വളരെ കുറച്ച് കുട്ടി ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവാറുണ്ട്. എന്താണ് ഈ അടുത്ത കാലത്തായിട്ട് എന്താണ് ഭക്ഷണം 2 പിടി വേരം വിളിക്കും ആൾക്ക് മതിയല്ലോ, എന്താ കാര്യം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാക്കാലോ, അത് ചെയ്യാലോ, അതൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ചില മയക്കുമരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ ഭക്ഷണം കഴിക്കാതെയാകും എന്ന് പറയപ്പെടുന്നു. ഭക്ഷണത്തിൽ രുചി ഉണ്ടാവില്ല, ദൈനംദിന കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കില്ല, ദൈനംദിന കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കില്ല, പഠനത്തിൽ ശ്രദ്ധ കുറയുന്നു, നമ്മളോട് കടിച്ചു കീറാൻ വരുന്നു. സാധാരണ പ്രായത്തിന്റെ പ്രത്യേകതയൊക്കെ ഉണ്ടാവും കേട്ടോ, അതുണ്ടാവും. അതിനപ്പുറത്തുള്ള ചില കടിച്ചു കീറാൻ വരല് ഒക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞത്, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് ചില മയക്കുമരുന്ന് കഴിക്കുന്നതിന് ലക്ഷണമായിട്ട് കാണാറുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കുട്ടി അല്ല അത് ശരിയാണല്ലോ, ഇയാളിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തൊട്ടിട്ട് നമ്മുടെ ബൻ തീരെ ഓൻ കുറച്ച് ഭക്ഷണത്തിൽ ലേശം പിന്നാക്കാനുള്ള പടച്ചോനെ ഓനിപ്പോൾ അതേ അയക്കാണോ, അങ്ങനൊന്നും ചിന്തിക്കേണ്ട ആരും ആ തരത്തിലേ അല്ല ഞാൻ പറയണത്. അങ്ങനെ എല്ലാവരും ആണെന്നല്ല. ഇനി തോന കഴിക്കുകയാണെങ്കിലും ശ്രദ്ധിക്കാം, അതുണ്ട്. സാധാരണ വിശപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നോർമൽ കഴിപ്പ് കഴിക്കാൻ അതിൻ്റെ അപ്പുറത്തും കഴിക്കാം. ചില മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ എത്ര തിന്നാലും മതിയാവില്ല അത്രേ. എന്താ മോനെ ചോദ്യം അറിയുമ്പോൾ ദമ്മ കിണ്ണെന്ന് കണ്ട് കിണ്ണെന്ന് തരും അല്ലേ? ചോറാണ് കൊടുക്കേണ്ട അവസരത്തിനാ. അങ്ങനെ ആ ചില മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ 2 ചെമ്പ് ചോറ് വാരി തിന്നാലും വിശപ്പ് മാറില്ല, ഇനി ഉണ്ടോ ചോദിക്കും. അതുണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ഇത് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തണം. അത് സമയം കണ്ടെത്തണം. നമ്മുടെ മക്കളുടെ കയ്യിൽ നമ്മളറിയാത്ത പൈസ, പണം എവിടെന്നെങ്കിലും വരുന്നുണ്ടോ ശ്രദ്ധിക്കണം. അതല്ല നമ്മുടെ പണം കളവ് പോകുന്നുണ്ടോ, നമ്മുടെ മക്കളാണ് അത് ചെയ്യൂല എന്ന് കരുതി ചിലപ്പോ അവർ നല്ല മക്കളാണ് എന്നാൽ പോലും ലഹരിയുടെ ആ റൂട്ടിലേക്ക് വഴി പഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പൈസ കട്ടെടുത്തെന്ന് വരാം, നമ്മുടെ വീട്ടിൽ നിന്ന് വല്ലതും കളവ് പോയെന്ന് വരാം. ശ്രദ്ധിക്കണം. ഇതൊന്നും ശ്രദ്ധിക്കാതെ എൻ്റെ കുട്ടി ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രായത്തിന്റെ പ്രത്യേകതകളൊക്കെ ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് കേട്ടോളൂ, ഒരു 10-11 വയസ്സ് 12 വയസ്സ് കഴിഞ്ഞാൽ ആ പ്രായം എത്തുമ്പോൾ 2-3 കുറച്ച് പ്രത്യേകതകൾ കുട്ടികൾക്ക് ഉണ്ടാവും. ആദ്യത്തെ പ്രത്യേകത, ഒരു നിഷേധം ഉണ്ടാകുന്ന ഒരു പ്രായമാണത്. അമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് അറിയാം, ഒരു നിഷേധം ഉണ്ടാവും. പറഞ്ഞാൽ എന്തിനൊരു തറുതല പറയും. അത് അവരെ കുഴപ്പമൊന്നുമല്ല, അവരുടെ പ്രായത്തിന്റെ പ്രത്യേകതയാണ് അല്ലേ? അങ്ങനെയല്ലേ? ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന മോള് അല്ലെങ്കിൽ മോൻ ഒരു ദിവസം സ്കൂളിൽ വന്നിട്ട് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ എനിക്ക് വെള്ളത്തിന് ദാഹിക്കേണ്ടി പറഞ്ഞു. 1 ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്തു. അത് കുടിച്ചോണ്ടിരിക്കുക. മോൻ 5ലാണേ. കുടിച്ചോണ്ടിരിക്കുമ്പോ എവിടെയോ നോക്കി കുടിച്ച് ഈ ഗ്ലാസ് കയ്യിൽ നിന്ന് വീണ് പൊട്ടി. എന്ത് സംഭവിക്കും? അമ്മ തുറച്ചു നോക്കും. മോൻ അല്ലെങ്കിൽ മോള് ആ പൊട്ടിയ ഗ്ലാസ്സിൽ നോക്കും, നമ്മുടെ മുഖത്തേക്ക് നോക്കും. ഉമ്മ പൊട്ടിയല്ല, ഗ്ലാസ് പൊട്ടി എന്ന് പറയും.
അപ്പൊ ഉമ്മ പറയും, നീ കാലുമ കൂടി മുറിയാക്കണ്ട, എണീച്ച് പോയിക്കവിടുന്ന്. ഞാൻ കാലുമ കൂടി മുറിയാക്കി അതേറ്റ് ഞാൻ ഡോക്ടറെ തീ പായാൻ നിൽക്കണം, കേട്ടി പോയിക്കവിടുന്ന് അറിയും. അത്രേ പറയൂ 5ാം ക്ലാസ്സുകാരൻ അല്ലെ 5ാം ക്ലാസ്സുകാരി. ഒരു 10ാം ക്ലാസ്സുകാരിയാണോ 10ാം ക്ലാസ്സുകാരനാണോ ഇതേ സംഭവം ഉണ്ടായി, ഗ്ലാസ് വീണ് പൊട്ടി, എന്ത് സംഭവിക്കും? ഉമ്മ അല്ലെങ്കിൽ അമ്മ അന്നും ഇന്നും ഒരേപോലെയാണ്, തുറച്ചു നോക്കും. പക്ഷേ മോൻ അന്നും ഇന്നും ഒരേപോലെയല്ല, അവരെ പ്രായം മാറിയിരിക്കുന്നു. തുറച്ചു നോക്കണ അമ്മയുടെ മുന്നിലോട്ട് 2 സ്റ്റെപ്പ് മുന്നോട്ട് വന്ന് അമ്മയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി അവൻ ചോദിക്കും, എന്താ നോക്കണ്? ഗ്ലാസ് ആകുമ്പോ വീഴും, പൊട്ടും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ്ടും പൊട്ടിയിട്ടൊന്നും ഇല്ല ഇതുവരെ എന്നൊരു ചോദ്യം കൂടി അവർ ചോദിക്കും. അത് അവരുടെ പ്രായത്തിന്റെ പ്രത്യേകതയാണ്, നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അല്ലേ? 4ാം ക്ലാസ് പഠിക്കുന്ന മോൾ ഒരു ദിവസം ശനിയാഴ്ച സ്കൂൾ വിട്ട് വന്ന പാടെ അമ്മയോട് പറഞ്ഞു, അമ്മേ പിന്നെ നാളെ എൻ്റെ കൂട്ടുകാരി സെലീനയുടെ അനിയന്റെ ബർത്ത്ഡേ ആണ്, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ഓള് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോട്ടെ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട. മോള് പറഞ്ഞു പോണ്ട. സങ്കടം ഉണ്ടെങ്കിലും പറയും പോണ്ട. അത് 10ാം ക്ലാസ്സുകാരിയോട് പറഞ്ഞു നോക്കൂ. 10ാം ക്ലാസ്സുകാരി വന്ന് പറയാണ്, പിന്നെ നാളെ എൻ്റെ കൂട്ടുകാരി സെലീനയുടെ അനിയന്റെ ബർത്ത്ഡേ ആണ്, ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ഓളിനെ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഓളിനെ വിളിച്ചിരുന്നു, പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് ഓൾ എന്നോട് തെറ്റിയിട്ട് എന്നോട് പിണങ്ങിയിട്ട് 1 മാസം എന്നോട് മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് നാളെ ഞാൻ പോവും എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു പോണ്ട എന്ന് പറഞ്ഞ മോള് വേണ്ട എന്നല്ല പറയാ. ആ പറയുന്ന അമ്മയുടെ മുന്നിലോട്ട് 3 സ്റ്റെപ്പ് മുന്നോട്ട് വന്ന് നേർക്കുനേരം നിന്നിട്ട് തുറച്ചു നോക്കി ചോദിക്കും, അതെന്താ പോയാ വിടമാട്ടെ ചോദിക്കും. ഇത് ചോദിക്കുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ? നമ്മൾ കരുതും നമ്മുടെ പെണ്ണ്, നമ്മുടെ ചെക്കൻ സ്വഭാവം പറ്റ മോശമായി. ഈ നിഷേധികളോട് പെരുമാറുന്ന പോലെ നമ്മൾ തിരിച്ചും പെരുമാറും. നമ്മൾ തിരിച്ചു പെരുമാറും. അപ്പോൾ നമ്മുടെ പെരുമാറ്റത്തിലും ഒരു ചെറിയ നിഷേധം വരും, ദേഷ്യം വരും. എന്താ അവർ പറയുമ്പോഴും അവരെ നമ്മൾ ശകാരിക്കും, ചീത്ത പറയും. പണ്ടൊക്കെ ചേർത്ത് പിടിച്ചിരുന്ന മക്കളെ, ഒരു 8 വയസ്സ് വരെ നമ്മൾ മടിയിലിരുത്തി ചേർത്ത് പിടിച്ചിരുന്ന മക്കളെ ചേർത്ത് പിടിക്കൽ ഒഴിവായി, അത് വേറെ കാര്യം, അതില്ല, ചേർത്ത് പിടിക്കലില്ല. അതിന് പുറമെ അവരെ ചീത്ത പറയലും കൂടി തുടങ്ങിയാൽ എന്തിനും വഴക്ക്, എന്തിനും തെറ്റ് ഇത് പറയുമ്പോൾ സ്വാഭാവികമായും അവർ തെറ്റിദ്ധരിക്കും, എൻ്റെ അച്ഛന്, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ ഉമ്മയ്ക്ക്, എൻ്റെ ഉപ്പയ്ക്ക് എന്നോടൊരു സ്നേഹമില്ല. പണ്ട് എന്നോട് നല്ല സ്നേഹമായിരുന്നു, ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും വഴക്കാണ്, ഞാൻ എന്ത് ചെയ്താലും തെറ്റാണ്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് ഒരു കുഞ്ഞെങ്കിലും ചിന്തിച്ചു പോയാൽ അവർക്ക് സ്നേഹം കൊടുക്കാൻ നിങ്ങൾ ഓർത്തോളൂ, ഒരുപാട് പേര് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അത് ചതിയുടെ വഴിയാണ്. അവരുടെ പ്രായത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇനി വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ പാരത്ത്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിൽ കിടക്കാം. ഇന്നാളെ ഒരാളെ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യനാ, ഓനെ നമ്മുടെ ഓഫീസിലുള്ള സുനിൽ സാറ് കുറേ ഉപദേശം കൊടുത്തു. 18 വയസ്സേ ഉള്ളൂ. കുറേ കൊടുത്ത് പോകാൻ ആകെ സഹിക്കാൻ വയ്യാതെ അവസാനം പറഞ്ഞു, സാറെ മതി സാറെ, നിർത്തിക്ക, നിങ്ങൾ ഉപദേശിച്ചാലും ഞാൻ നേരെയാവില്ല സാറേ, നിങ്ങൾ ഉപദേശിക്കണ്ട സാറേ, ഞാൻ നേരെയാവില്ല. കണ്ടില്ലേ എൻ്റെ ഒരു കോലം, കണ്ടില്ലേ എന്നെ പടച്ചു വെച്ച ഒരു കോലം കണ്ടില്ലേ? അതായത് സ്വന്തം സൗന്ദര്യത്തിൽ അവൻ വല്ലാതെ അപകർഷതപ്പെടുന്നു. ഈ പ്രായത്തിന്റെ വേറൊരു കുഴപ്പതാ, 4ലോ 5ലോ പഠിക്കുന്ന കുട്ടി ഒരു പുതിയ ഡ്രസ്സ് കിട്ടിയാൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് ആദ്യം ഓടി വരിക എവിടേക്കാണെന്നറിയോ? അമ്മയുടെ മുന്നിലേക്ക്, ഉമ്മാന്റെ മുന്നിലേക്ക് ഓടി വരും അല്ലേ? വന്നിട്ട് ചോദിക്കും, ഉമ്മ ഇതെങ്ങനെയുണ്ട്, ഉമ്മ ഭംഗിയുണ്ടോ, കാണാൻ രസമുണ്ടോ ചോദിക്കും അല്ലേ? ഒരു 7ലോ 8ലോ എത്തിയാൽ ഉമ്മയുടെ മുന്നിക്ക് വരുന്നുണ്ടാവും, അമ്മയുടെ മുന്നിക്ക് വരുന്നുണ്ടാവും. പക്ഷെ അവർ ഏറ്റവും കൂടുതൽ പോവുക കണ്ണാടിയുടെ മുന്നിക്കാ അല്ലേ? കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് അവർ സ്വയം ചോദിക്കും, എങ്ങനെയുണ്ട് ചോദിക്കും. അതാണ് കണ്ണാടിയിൽ നോക്കുന്ന പ്രായമാണ്. എത്ര പ്രാവശ്യം നോക്കും? ഞാൻ എൻ്റെ കാറ് നിർത്തിയിട്ടിട്ട് ഒരു ദിവസം കാറ് കയറ്റിയിട്ടിട്ട് അത് AC ഇട്ടിട്ട് കുറച്ച് ഫോഗ് പിടിച്ചിരുന്നു കേട്ടിട്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ചങ്ങാതി വന്നിട്ട് മുടി ഇങ്ങോട്ട് ചിക്കി കുറേ നേരം ഒരു പയ്യൻ കുറേ നോക്കിയിട്ടോ 1/2 മണിക്കൂറോ കണ്ണാടിയിൽ, ഏത് കണ്ണാടിയല്ല ഈ ഗ്ലാസ്സിലിങ്ങനെ കടലിൽ കാണുമല്ലോ. അപ്പോൾ ഞങ്ങൾ താത്തിരിച്ചു, മോനെ സൂപ്പറാടാ, കുഴപ്പമില്ലടാ, നന്നായിട്ടാ. ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞു വെച്ചിട്ട് നീ അതിൽ നാണക്കേടെന്ന് വിചാരിക്കേണ്ട. ഞാൻ പോലും 4 പ്രാവശ്യം നോക്കും രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ. 4 പ്രാവശ്യം കണ്ണാടിയിൽ നോക്കും ഞാൻ ഈ പ്രായത്തിൽ. മീശ ഇങ്ങോട്ട് വിരിച്ച് നോക്കും, അങ്ങോട്ട് ആക്കി നോക്കും. അപ്പോൾ പുറകിൽ ഒരാളിങ്ങനെ കയ്യെട്ടി നിൽക്കുന്നുണ്ടാവും, കണ്ണാടിയുടെ പുറകിൽ ഇങ്ങനെ ഒരാളുടെ മുഖം അങ്ങനെ കാണും. എന്നിട്ട് ചോദിക്കും, നാണല്ലേ അച്ഛ, എത്ര നേരമായി കണ്ണാടിയിൽ നോക്കണം, അച്ഛന് അതിൻ്റെ പ്രായം എത്രയെന്ന വിചാരം എന്ന് എന്നോട് എൻ്റെ മോള് പറയും. അപ്പം ഞാൻ 4 പ്രാവശ്യം നോക്കുമ്പോൾ നിങ്ങളൊരു 10 പ്രാവശ്യമെങ്കിലും നോക്കണം എന്നാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ കണ്ണാടിയിൽ നോക്കണം. ചീത്ത പറഞ്ഞാലും നിങ്ങളുടെ രക്ഷിതാക്കൾ ചീത്ത പറഞ്ഞാലും കണ്ണാടിയിൽ നോക്കണം. പക്ഷേ അവിടെ ഒരു പക്ഷയുണ്ട്, അത് ഇവിടെയുള്ള ചെറുപ്പക്കാർ കേട്ടോളൂ. ഒരു 20 വയസ്സ് വരെയുള്ള ഇവിടെയുള്ള ചെറുപ്പക്കാർ കേട്ടോളൂ. ആ കണ്ണാടിയിൽ പോയിട്ട് ആ കണ്ണാടിയിലേക്ക് നോക്കി, ആ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ നിങ്ങളോട് പറയണം, നിവർന്ന് നിന്ന് പറയണം,
ഇതാണ് ഞാൻ, ഇതാണ് ഞാൻ. എത്ര ആള് പറയുന്നുണ്ട്? പലരും പറയണ എന്താ അറിയോ? ഇതാണല്ലോ ഞാൻ, കറുത്തിട്ടാണ്, അയ്യോ കറുത്തിട്ടാണ്, മെലിഞ്ഞിട്ടാണ്. അത് വേണ്ട എന്നാ ഞാൻ പറഞ്ഞേ. അത് വേണ്ട. ആ ഒരു അപകർഷത നമുക്ക് വേണ്ട. നമ്മുടെ രക്ഷിതാക്കൾ വളർത്തിക്കൊണ്ടുവരുമ്പോഴേ, ആ വളർത്തിക്കൊണ്ടുവരുന്ന പ്രായത്തിലെ നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകർഷത നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ അപകർഷതയ്ക്ക് സപ്പോർട്ടീവായിട്ട് അവർക്ക് പലതും സ്വീകരിക്കേണ്ടി വരും. അപ്പോഴാ ലഹരി മരുന്നിന്റെ ലോകത്തേക്ക് പോവും. ഞാൻ കറുത്തുപോയി എന്ന പേരിലാണ് ആ ചെറുപ്പക്കാരൻ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയത്. കറുത്തുപോയി. കണ്ണാടിയിൽ നോക്കിയിട്ട് നിവർന്നെന്ന് പറയണം. അല്ലെങ്കിൽ എടാ കറമ്പ, ഇടി കറമ്പി എന്ന് ആരെയും വിളിച്ചാൽ അവിടെ സങ്കടപ്പെട്ട് തലതാത്തി പോരണ്ട. ആ വിളിച്ചവന്റെ മുഖത്ത് നോക്കിയിട്ട്, അവളുടെ മുഖത്ത് നോക്കിയിട്ട് നിവർന്ന് ചോദിക്കണം, യെസ് ഞാൻ കറുത്തിട്ടാണ്, അതിനെന്ത്, സോ വാട്ട് ചോദിക്കണം. തടിയാ തടിച്ചി എന്ന് ആരെയും വിളിച്ചാൽ അവിടെ സങ്കടപ്പെട്ട് പോരണ്ട. അവന്റെ മുഖത്ത് തുറച്ചു നോക്കി ചോദിക്കണം, ഞാൻ തടിച്ചിട്ടാണ്, സോ വാട്ട് എന്നൊന്നും പറയണ്ട. നമ്മുടെ തനതായ മലപ്പുറം ഭാഷയിൽ ചോദിക്കുക, ഞാൻ തടിച്ചിട്ടാണ്, അതിന് അണക്കെന്താ? കറുത്തിട്ടാണോ മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ ഇതൊന്നുമല്ല ഒരാളുടെ ഐഡന്റിറ്റി തീരുമാനിക്കുന്നത് എന്ന് നമ്മുടെ വളർന്നു വരുന്ന മക്കളെ ആദ്യം പഠിപ്പിക്കൂ. നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട, ഇന്ത്യയുടെ അഭിമാനമായ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യൻ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയെ ഇത്രയും ഉയർത്തിക്കൊണ്ടുപോയി കാണിച്ചത് നിറം കൊണ്ടല്ലല്ലോ, അല്ല, ഹൗ ടു ബിഹേവ്, എങ്ങനെ പെരുമാറുന്നു. നീ നല്ല കുട്ടിയാണെന്ന് പറയുന്നത് നിന്റെ പെരുമാറ്റമാണ്. ഞാൻ പറഞ്ഞത് ഈ അപകർഷത പല കുട്ടികളെയും ലഹരിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ശ്രദ്ധിക്കാതെ എൻ്റെ കുട്ടി ഇത് ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.